മുക്കം ടൗൺ രണ്ടാംഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ നിർമ്മാണം തുടങ്ങി ഒരു വർഷം പൂർത്തിയായിട്ടും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സർവീസ് പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി അലി അക്ബറിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുക്കം നഗരത്തിൽ രണ്ടാംഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മാണം തുടങ്ങി ഒരു വർഷം പൂർത്തിയായിട്ടും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സർവീസ് പുനഃസ്ഥാപിക്കാത്തതാണ് വ്യാപാരികൾക്ക് ദുരിതമാവുന്നത്. നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തത് മൂലം വാടക, ശമ്പളം, വൈദ്യുതി ബില്ല് തുടങ്ങിയ ഇനത്തിൽ വലിയ ബാധ്യതയാണ് വ്യാപാരികൾക്കുണ്ടായതെന്നും ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനിരിക്കെ 10 ദിവസത്തിനകം തുറന്നു നൽകാമെന്ന ഉറപ്പിനെ തുടർന്ന് പിന്മാറുകയായിരുന്നുവെന്നും വ്യാപാരികൾ പറയുന്നു. തുടർന്ന് പ്രതിഷേധമറിയിച്ചതോടെ വ്യാഴാഴ്ച തുറക്കാൻ എഞ്ചിനീയർ അനുമതി നൽകിയിരുന്നു. എന്നാൽ അതും നടക്കാതെ വന്നതോടെ വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തി. റോഡ് തുറന്നു നൽകാതെ പിരിഞ്ഞു പോകില്ലെന്ന് കടുത്ത നിലപാടെടുത്തതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി അലി അക്ബറിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർ ജസീല അസീസ്, വ്യാപാരി നേതാക്കളായ VP അനീസുദ്ദീൻ, ഡിറ്റോ തോമസ്, CK ഹാരിസ് ബാബു, VK ഷിംജി, ചാലിയാർ അബ്ദുസലാം തുടങ്ങി നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, മുക്കം.